വെൽക്കം ടു ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസ്. ഓൾ മദ്രാസ് മോട്ടോർസൈക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് കഴുകാൻ പോകണം. യമഹ കഴുകാനാണ് ഇന്നത്തെ വീഡിയോ. അത് പലരും പറയാറുണ്ട് യമഹ വല്ലാതെ കഴുകരുത്, കാരണം പെട്ടെന്ന് തുരുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനും അത് ഒരുപാട് കഴുകിയ ശീലം എനിക്കില്ല. ഈ വണ്ടി ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കുകയേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നൊന്ന് യമഹ വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതെനിക്ക് ഇന്നത്തെ വാഷിംഗ് ഒരു യമഹയുടെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ എനിക്ക് പറഞ്ഞൊരു ടിപ്പാണ്. നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഷാമ്പൂ ആണ്. കുറച്ച് അത് വല്ലാതെ സ്ട്രോങ് അല്ലാത്ത ഷാമ്പൂ. പിന്നെ ഷാമ്പൂവിനൊപ്പം നമ്മൾ കുറച്ച് ഹാൻഡ് വാഷ് ആഡ് ചെയ്യണം. കുറച്ച് പതയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുള്ളറ്റൊക്കെ കഴുകുമ്പോൾ നമ്മൾ ഡീസലും മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ ക്ലീൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ സോപ്പ് പൊടിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ യമഹയുടെ പാർട്സ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സ് ആയത് കാരണം നമ്മൾ അങ്ങനെ ഡീസലോ അതുപോലെ സോപ്പ് പൊടിയൊന്നും വല്ലാതെ നമ്മൾ ഉപയോഗിക്കരുതെന്നാണ് ആളെനിക്ക് പറഞ്ഞ ടിപ്പ്. അപ്പോൾ എന്തായാലും അതുപോലെ നമുക്ക് നോക്കാം. കാരണം അത് വേറൊന്നുമല്ല, യമഹയുടെ പാർട്സ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള പാർട്സാണ്. പിന്നെ കുറേ റബ്ബറും പ്ലാസ്റ്റിക്കും ആയിട്ടുള്ള പാർട്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഓയിൽ ട്യൂബ് ആയാലും ശരി, ഓയിൽ ഫീഡ് പൈപ്പ് ആയാലും ശരി, ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലേക്ക് വന്ന ട്യൂബ്സ് ആയാലും ശരി, അതൊക്കെ ചിലപ്പോൾ നമ്മൾ ഡീസലും സോപ്പ് പൊടിയൊക്കെ ഇടുമ്പോൾ അത് ദ്രവിക്കാനും അതുപോലെ അത് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോപ്പ് പൊടി ഒക്കെ ഒഴിവാക്കി നമ്മൾ ഷാമ്പൂ ഹാൻഡ് വാഷ് ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഒന്ന് നല്ല വെള്ളം മൊത്തം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സോക്ക് ചെയ്യണം. അതിനെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുതിർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. മൊത്തം എല്ലാ സ്ഥലത്തു കൂടിയും എല്ലാ സ്ഥലത്തു കൂടിയും നമ്മളൊന്ന് വെള്ളം അടിച്ച് കഴുകണം. എല്ലാ എഡ്ജസ്റ്റിലും പൊടിയും തുരുമ്പും എല്ലാം ചെറുതായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും കൂടെ ഒന്ന് വെള്ളം നമ്മൾ എത്തിക്കണം. കുറച്ച് സ്പീഡിലടിച്ചാലും കുഴപ്പമില്ല, കാരണം ഉള്ള പൊടിയൊക്കെ കുറേ ചളിയും പൊടിയൊക്കെ മണ്ണൊക്കെ ഈ ഹോൾസിൽ തന്നെ വെള്ളം പോവും. പിന്നെ ഉള്ള ചളിയെല്ലാം ഇളകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളം നമ്മൾ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ പൊടിയെല്ലാം പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. അപ്പോൾ മൊത്തം നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. മെയിനായിട്ടുള്ള യമഹയുടെ ഇത് മഡ് ഗാർഡിൻ്റെ അടി നമുക്ക് കഴുകാനോ തുടയ്ക്കാനോ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം അതിനുള്ളിലേക്ക് അടിക്കണം. യമഹയുടെ ഏറ്റവും ആദ്യം തുരുമ്പെടുത്ത് പോകുന്നത് മഡ് ഗാർഡുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിലെ ഈ മഡ് ഗാർഡ് തന്നെ ഇപ്പോൾ ഏകദേശം തുരുമ്പായി. വേറൊരു മഡ് ഗാർഡ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലെത്തിയിട്ടില്ല. ബാക്ക് മഡ് ഗാർഡായാലും ശരി. പിന്നെ ഒരു ഹാഫ് മഡ് ഗാർഡ് ഉണ്ട്, അതും പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വെള്ളം അടിച്ച് കുതിർത്തി വെക്കണം. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് എഞ്ചിൻ്റെ സൈഡിലേക്ക് ഇത്രയും ഫോഴ്സിൽ വെള്ളം അടിക്കുന്നത് പറഞ്ഞാൽ ഞാനെല്ലാം വയറിംഗ് എല്ലാം സീൽഡാണ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എവിടെയും വയറിംഗ് ഒന്നും ഷോർട്ട് ആവില്ല. പിന്നെ വെള്ളം കയറിയാലും വണ്ടി അതിൽ സ്റ്റാർട്ടിങ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ വെള്ളം എത്ര അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇലക്ട്രിക്കൽസിൻ്റെ ഭാഗത്തേക്ക് വെള്ളം നമ്മൾ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധയോടെ തന്നെ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രശ്നം വരും. പിന്നെ കുറച്ച് റിമ്മിലൊക്കെ പൊടി ഉണ്ടായിരുന്നപ്പോൾ എല്ലാം ഈ വെള്ളത്തിൽ തന്നെ കുറേ ചളി പോയി. പിന്നെ റിമ്മിൻ്റെ ട്യൂബിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് തുരുമ്പ് കാണുന്നുണ്ട്. അതുപോലെ ബ്രേക്ക് ക്യാമിലൊക്കെ തുരുമ്പ് ചെറുതായി കയറുന്നുണ്ട്. തുരുമ്പ് പെട്ടെന്ന് കയറുന്നൊരു വണ്ടിയാണ് യമഹ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് മഡ് ഗാർഡ് ഇപ്പോൾ തന്നെ ഏകദേശം അത് പോയ മട്ടാണ്. പക്ഷേ അതേ മോഡലൊരു മഡ് ഗാർഡ് 86 മോഡൽ മഡ് ഗാർഡ് ഞാൻ എനിക്കിന്ന് വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അല്ലാതെ നിവൃത്തിയില്ല. കാരണം പുതിയ മഡ് ഗാർഡും അത്ര ഷേപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൽ സോപ്പ് പൊടി അല്ലാതെ നമ്മുടെ ഷാമ്പൂ നമ്മുടെ ഹാൻഡ് വാഷ് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക്കും റബ്ബറായിട്ടുള്ള പാർട്സ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം ഇതാണ് ഏറ്റവും നല്ലത്. കാരണം പ്ലാസ്റ്റിക് ആകുമ്പോൾ അതുപോലെ റബ്ബർ പാർട്സ് ആകുമ്പോൾ വല്ലാതെ സോപ്പ് ഡിറ്റർജൻറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വിള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് പൊടിയും ഒക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഷാമ്പൂ അതുപോലെ ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് നമ്മൾ കഴുകുന്നത്. മൊത്തം പെയിൻറ്റഡ് പാർട്സൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് ഒന്നുകൂടി ക്ലീൻ ചെയ്യാനുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഓയിലിൻ്റെ നനവൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കണം. ക്രാഷ് ഗാർഡ് അതുപോലെ ക്രാഷ് ഗാർഡ് ഫിക്സ് ചെയ്യുന്ന ക്ലാമ്പുകളും അതൊക്കെയാണ് പെട്ടെന്ന് തുരുമ്പ്
വരുന്നത്. പിന്നെ അതുപോലെ ഈ ഹെഡ് ലൈറ്റ് ഫിക്സിങ് ബ്രാക്കറ്റും പെട്ടെന്ന് തുരുമ്പ് കയറുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അവിടെയുള്ള മണ്ണും ചെളിയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഹെഡ് ലൈറ്റ് റിങ്ങും പിന്നെ അതിൻ്റെ കൂടെ കൈയും നമുക്ക് കൊള്ളില്ല, കുറച്ച് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളാണ് അതൊക്കെ. പക്ഷേ ഞാൻ അതിൽ ഉള്ളിലൊക്കെ നന്നായിട്ട് ആൻറ്റി റസ്റ്റ് പ്രൈമറൊക്കെ അടിച്ചിട്ടാണ് അതിൽ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര വലിയ തുരുമ്പില്ല. പക്ഷേ എന്നാലും നമ്മൾ നന്നായി കെയർ ചെയ്താൽ മാത്രമാണ് ഇതൊക്കെ കുറച്ച് കാലം കൂടെ നിൽക്കുള്ളൂ. ക്രാഷ് ഗാർഡിൻ്റെ ഹോൾഡറിൻ്റെ ഭാഗത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അത് ഫ്രെയിമായിട്ട് കണക്ഷനുള്ള സ്ഥലമാണ്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഇടയിലും തുരുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാർബറേറ്ററിൻ്റെ അടിയിലും നമുക്കറിയാം സ്ഥിരം കുറച്ച് ചളി വരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയായിട്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ പോവും. ഈ ഷാമ്പു വെച്ചിട്ട് തന്നെ അത് നന്നായി ക്ലീൻ ആവുന്നുണ്ട്. സീറ്റിൻ്റെ ബീഡിംഗ് ഒക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പിന്നെ ഈ സൈലൻസറിൻ്റെ ഈ ഒരു കണക്റ്റിംഗ് പാർട്ടും എന്തായാലും ഇവിടെ കുറച്ച് ചളി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ വൃത്തിയിൽ കഴുകിയെടുക്കണം. ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ക്ലൈമറ്റും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പം ചിലപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ പെയ്യാം. അപ്പോൾ അങ്ങനെ ചളിയും ഒക്കെ അവിടെയും ഇവിടെ അടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുത്തുനിന്ന്. കാരിയറിൻ്റെ ഫിക്സിങ് ഏരിയയൊക്കെ വളരെ സെൻസിറ്റീവാണ്. അവിടെയൊക്കെ തുരുമ്പ് പെട്ടെന്ന് കയറുന്ന സ്ഥലങ്ങളാണ്. സാരി ഗാർഡ് ആയാലും ശരി, നമുക്ക് വൃത്തിയാക്കുമ്പോഴും നമുക്ക് കയ്യൊന്നും നമ്മൾ കിടക്കാത്തൊരു സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അപ്പം മാക്സിമം നമ്മൾ അതൊക്കെ തുടച്ചെടുക്കുക. അതുപോലെ ചെയിൻ കവറിൻ്റെ ഏരിയ, അവിടെ ഒന്നും കൈ നമുക്ക് കിടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും പറ്റുന്ന പോലെയൊക്കെ നമുക്ക് അത് തുടച്ചെടുക്കണം. കാരണം അവിടെയൊക്കെ ആ സിൽവർ പെയിൻ്റ് ആയത് കാരണം പെട്ടെന്ന് ചളി നിന്ന് കഴിഞ്ഞാൽ പെയിൻറ്റ് പോലും അവിടെ ഫെയ്ഡായി കഴിഞ്ഞാൽ ആ ഒരു ഷൈനിങ് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വീൽ അഡ്ജസ്റ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. സൈഡ് സ്റ്റാൻഡിൻ്റെ അവിടെ കുറച്ച് ഗ്രീസ് ഇട്ട് വെക്കണം നമ്മളെപ്പോഴും. അതുപോലെ ഗിയർ ലിവറിൻ്റെ അവിടെ എല്ലാം വൃത്തിയാക്കണം. പിന്നെ പ്ലാസ്റ്റിക് പാർട്സ് നമ്മൾ മാക്സിമം തുടച്ച് വൃത്തിയാക്കുന്നതായിരിക്കും നല്ല. ഒരുപാട് സോപ്പും ഇതും നമ്മൾ അതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നരയ്ക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ തുടച്ച് വയ്ക്കാം. പിന്നെ നമ്മുടെ എൻജിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റഡ് ആണ്. അപ്പോൾ പെയിൻറ്റിങ്ങും അതൊരു ഷൈനിങ് കളയാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും വൃത്തിയാക്കിയ നല്ല ആ ഒരു ഷൈനിങ് അതുപോലെ തന്നെ നിൽക്കും. പുതുമ നഷ്ടപ്പെടില്ല നമുക്ക്. പിന്നെ റിമ്മാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. റിമ്മ് എപ്പോഴും തുരുമ്പ് പെട്ടെന്ന് കയറുന്ന വണ്ടിയാണ് തോന്നുന്നത് യമഹ. കാരണം റിമ്മ് അത്ര ചെറിയ, നമ്മൾ ബുള്ളറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതായിരിക്കാം. അത് ചെയിൻ കവറിൻ്റെ ബാക്കും നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ തുടച്ചെടുക്കണം. കാരണം അവിടെയൊക്കെ മണ്ണ് ഈ ചളിയൊക്കെ പറ്റി കഴിഞ്ഞാൽ മൊത്തം പെയിൻ്റ് അവിടെ ഫെയ്ഡാവും. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കണം. മാക്സിമം റിമൂവ് വൃത്തിയാക്കണം. അതുപോലെ നമ്പർ പ്ലേറ്റിൻ്റെ ആ സ്ക്രൂസ്, 2 സ്ക്രൂവും എപ്പോഴും പെട്ടെന്ന് തുരുമ്പ് കയറും. പിന്നെ രണ്ടാമത് നമ്മൾ അഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ആ സ്ക്രൂ അവിടെ തന്നെ തുരുമ്പോടെ പോകാനാണ് സാധ്യത. അപ്പോൾ അതും വൃത്തിയായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യണം. ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്യുന്ന ഭാഗങ്ങളും ഇവിടെയൊക്കെയാണ് നമ്മൾ കണ്ടില്ല. ഇവിടെയൊക്കെ തുരുമ്പിൻ്റെ മെയിൻ ഏരിയകളാണ്. നമ്മളൊന്നും ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തുരുമ്പ് കയറും. ഞാനിപ്പോൾ കഴുകിയിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വണ്ടി കഴുകുന്നത്. അധികം കഴുകാറില്ല വണ്ടി. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് വൃത്തിയിൽ വെക്കണം. കാരണം തുരുമ്പ് അവിടെ നിന്ന് ഇവിടെ നിന്ന് നന്നായി കയറാൻ തുടങ്ങി വണ്ടിയിൽ. നമ്മൾ ശ്രദ്ധ മൂലം തന്നെയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മുടെ മഴയും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് പെയ്യുന്നതെന്നുള്ളൊരു ഇതാണ്. അപ്പോൾ വെള്ളം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തുരുമ്പ് പെട്ടെന്ന് വണ്ടിയെ ബാധിക്കാൻ തുടങ്ങി. ഇനി ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മുടെ മറ്റു ക്ലീനിങ്. സാധാരണ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമുക്ക് കഴുകാം. പല സ്ഥലങ്ങളിലും കൈ എത്താത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈ ഏരിയകളിലൊക്കെ നമുക്കൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് വൃത്തിയാക്കാം. ഇവിടെ ഒന്നും നമ്മുടെ കൈ എത്തില്ല. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആയിരിക്കണം എന്തായാലും. അപ്പോൾ അതൊക്കെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് സമയമെടുത്ത് ക്ഷമയോടെ നമ്മൾ അവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കണം. കാരണം അതൊക്കെ വേണ്ടിയിട്ട് ഒരു ഭംഗിയാണ് ശരിക്കും. അതുപോലെ ഹെഡിൻ്റെ ഫിൻസ് എല്ലാം ക്ലീൻ ചെയ്യണം. കാരണം ഇതൊക്കെ ചൂടാവുന്ന സാധനങ്ങളായത് കാരണം ചളി ഇരുന്ന് കഴിഞ്ഞാൽ ചൂടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കളർ അങ്ങനെ മാറും. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കിക്കറിൻ്റെ ഭാഗം നമ്മളെപ്പോഴും ക്ലീനായിട്ട് വെക്കണം. അവിടെയും ചളി സ്ഥിരമായിട്ട് കയറുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ മാക്സിമം നന്നായി വൃത്തിയാക്കി നമ്മൾ ബ്രഷല്ലാതെ നമുക്കിവിടെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. മാക്സിമം നല്ല ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യണം അവിടെയൊക്കെ. അതുപോലെ സ്ക്രൂസാണ് ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ സ്ക്രൂസും മാക്സിമം തുരുമ്പ് കയറാത്ത രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. കാരണം രണ്ടാമത് നമ്മൾ ഊരുമ്പോഴായിരിക്കും തുരുമ്പ് കാരണം ത്രെഡെല്ലാം അതിൻ്റെ സ്ലിപ്പാവും. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ അതിൽ
നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല, ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ വൃത്തിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കത് വൃത്തിയിലിരിക്കുള്ളൂ. ഈ ഏരിയകളൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായി വൃത്തിയിൽ ക്ലീൻ ചെയ്യണം. ഇനി ഇത് വെച്ച് നമുക്ക് ചെറിയ ചെറിയ തുരുമ്പെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. പാത്രം കഴുകുന്ന ഒരു സാധനമാണത്. കുറേ പുതിയത് വാങ്ങിച്ചു തന്നെയാണ്. അത് ഉരച്ചുരച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്താണ്, ഇങ്ങനെ സോഫ്റ്റ് ആയതാണ്. വല്ലാതെ റഫായി കഴിഞ്ഞാലും നമുക്ക് പ്ലേറ്റിങ്ങിന് അത് വര വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെറിയ ചെറിയ തുരുമ്പൊക്കെ നമുക്ക് അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് കളയണം. ഉരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ചെറിയ തുരുമ്പെല്ലാം നമുക്ക് ഇത് വെച്ച് ഉരച്ചെടുക്കണം. കുറച്ച് ഈ ഷാമ്പു കൂടി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തുരുമ്പ് നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ക്രാഷ് ഗാർഡൊക്കെയാണ് പെട്ടെന്ന് തുരുമ്പ് കയറുന്ന സാധനങ്ങൾ. അപ്പോൾ ക്രാഷ് ഗാർഡെല്ലാം നമുക്ക് വൃത്തിയിൽ അതുകൊണ്ട് ഉരച്ചെടുക്കാം. അതുപോലെ സാരി ഗാർഡ് എല്ലാത്തിനും എഡ്ജസിലെല്ലാം പെട്ടെന്ന് തുരുമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വൃത്തിയിൽ ഇതുകൊണ്ട് ഉരച്ചെടുക്കാം. കാരിയറിൻ്റെ ഈ സൈഡിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുപോലെ ഷോക്കപ്പ് കവറുകൾ, ഇതൊക്കെ വീൽ അഡ്ജസ്റ്റേഴ്സ്, ഇതൊക്കെ പെട്ടെന്ന് തുരുമ്പ് കയറുന്നുണ്ട്. സൈലൻസർ എല്ലാം ഇത് ഒടിച്ചിട്ട് ചെറിയ തുരുമ്പുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ആ തുരുമ്പെല്ലാം പോവും. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം തന്നെ എല്ലാം 90% ചളി പോയി വണ്ടിയില്ല. തുരുമ്പായാലും ശരി, ചെറിയ തുരുമ്പൊക്കെ നമ്മളെടുത്ത് കളഞ്ഞു. പിന്നെ എല്ലാ അഡ്ജസ്റ്റിലൂടെയും നമ്മൾ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തു. ബ്രഷ് വെച്ചിട്ട് നമ്മളെടുത്തു. മഡ് ഗാർഡിനടിയിലും നന്നായി വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കി. സാരി ഗാർഡ്, കാരിയർ, ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പറ്റുന്ന രീതിയിൽ നമ്മൾ വെള്ളം അടിച്ച് നന്നായിട്ട് കഴുകാൻ ശ്രമിക്കണം. എവിടെയും സോപ്പും ഇതിൻ്റെ ഈ ഷാമ്പൂവിൻ്റെ പതയും നമ്മൾ വിടരുത്. കാരണം അതും പിന്നീട് തുരുമ്പിനും വഴിയൊരുക്കും. പക്ഷേ അപ്പോൾ നമ്മളതെല്ലാം മാക്സിമം നന്നായി തന്നെ കഴുകി കളയണം. സോപ്പിൻ്റെ ഒരു അംശവും വണ്ടിയിൽ ഉണ്ടാവാൻ പാടില്ല. മൊത്തം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇനി കഴുകൽ കഴിഞ്ഞു. ഇനിയാണ് ഇതാണ് ഏറ്റവും വലിയ പണി. വണ്ടി തുടച്ചെടുക്കുമ്പോൾ മാക്സിമം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക. അതും നല്ല രീതിയിൽ തന്നെ തുടയ്ക്കണം. ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ച് തുടയ്ക്കണം. സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് തുടയ്ക്കണം. സൈഡ് സ്റ്റാൻഡ് ഇടാതെ നോക്കണം. കാരണം ചിലപ്പോൾ കാർബറേറ്ററിലെല്ലാം വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് വണ്ടി നന്നായി വെയിലത്ത് വെച്ച് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം, വെയിലത്ത് വെച്ച് തുടയ്ക്കുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് അത് ഡ്രൈ ആവാം. ഏകദേശം ക്ലീനായി. നമുക്കിനി റിമ്മൊക്കെ നന്നായിട്ട് തുടയ്ക്കാം. കുറച്ച് സമയം എടുത്ത് തുടയ്ക്കാം. ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ കാണാം മൊത്തം ക്ലീനായി വരുന്നത് കാണാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം തുടച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് നേരം അതിന് ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വെക്കുകയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ തുടച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെയിലത്ത് വെച്ചു. വണ്ടി നന്നായി ഡ്രൈ ആയി. പക്ഷേ എന്നാലും തുടയ്ക്കാൻ നമ്മൾ മറക്കരുത്. റിമ്മെല്ലാം നന്നായി തന്നെ വൃത്തിയിൽ തന്നെ തുടയ്ക്കണം. ഓരോ സ്പോക്സിനടിയിലും നമ്മൾ മാക്സിമം തുടച്ചെടുക്കാൻ നോക്കണം. ക്രാഷ് ഗാർഡായാലും ശരി, സാരി ഗാർഡായാലും ശരി, ക്രോം പാർട്സ് ഒന്നും നമ്മൾ വിടരുത്. അപ്പോൾ ഏകദേശം ഡ്രൈ ആയി വണ്ടി. അതുപോലെ ഹാൻഡിലിൻ്റെ ഫിക്സിങ്ങിൻ്റെ ഏരിയയൊക്കെ കുറച്ച് ക്രോമിങ്ങുള്ള ഭാഗങ്ങളാണ്. അവിടെയൊക്കെ തുടയ്ക്കണം. സൈലൻസർ ആയാലും ശരി, മൊത്തം എല്ലാ എഡ്ജസും ഡ്രൈ ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഏകദേശം വണ്ടി ക്ലീനായിപ്പോൾ. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാണ്ട് വണ്ടിയിൽ. നമുക്കിപ്പോൾ ഇനി കുറച്ച് തുരുമ്പുള്ള സ്ഥലങ്ങളും അതുപോലെ കുറച്ച് എഡ്ജുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ ഇനി ഭാവിയിൽ നമ്മൾ ഒന്നും തുരുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇനാമൽ പെയിൻറ്റ് ടച്ച് ചെയ്യണം അവിടെയൊക്കെ. അതുപോലെ ഈ ബ്രേക്ക് ക്യാമിൻ്റെ ഒക്കെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പ് കയറാനും അതുപോലെ അതൊക്കെ ജാം ആവാനുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് ഒരു ഇനാമൽ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് അതൊന്ന് നല്ല തിക്കായിട്ട് തന്നെ, തിന്നർ കൂട്ടാതെ തിക്കായിട്ട് നമുക്കൊന്ന് അടിച്ചു വിടാം. അതുപോലെ ഈ ഫിക്സിങ് ബ്രാക്കറ്റിൻ്റെ ആ എഡ്ജെല്ലാം
വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളാണ്. അവിടെയൊക്കെ ഒന്ന് നമുക്ക് പെയിൻ്റ് അടിച്ച് വിടാം. ഇപ്പോൾ ഈ വണ്ടിയിലെ ഫ്രണ്ടിലെ ഇതിൻ്റെ ട്യൂബിൻ്റെ ആ ക്യാപ്പിൻ്റെ ഭാഗത്തും കുറച്ച് തുരുമ്പുണ്ട്. അതുപോലെ ഇതുപോലുള്ള എഡ്ജസ്സുകളാണ്, സാരി ഗാർഡിൻ്റെ എഡ്ജസ്സുകളൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാരിയറിൻ്റെ എഡ്ജസ്റ്റിലൊക്കെ ഒന്ന് സിൽവർ പെയിൻ്റ് അടിച്ച് വിടണം. ഇതൊക്കെ നമ്മൾ പീരിയോഡിക്കലായിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം കൂടി ഇതൊക്കെ തുരുമ്പെടുക്കാതെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഇപ്പോൾ വണ്ടിയെല്ലാം ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാ ജോയിൻറ്റുകളിലൊന്ന് ഓയിൽ ചെയ്യാൻ പോവാണ്. ഓയിൽ ചെയ്യുന്നു വന്നു കഴിഞ്ഞാൽ ഒന്നും എല്ലാ ഈ ജോയിൻറ്റുകളുടെ ഇടയിലൊന്നും പിന്നെ വെള്ളം കയറിയാലും വലിയ രീതിയിൽ നമ്മളെ തുരുമ്പ് ബാധിക്കില്ല. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മളൊന്ന് ഓയിൽ ചെയ്യാം. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു വാഷിംഗ് ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നൊരു യമഹയുടെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കാലം യമഹ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയാണ് വണ്ടി വാഷിങ്ങും മെയിൻറ്റെയിനിങ്ങും ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ചെന്ന് മാത്രം. എന്തായാലും മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.